നമ്മളങ്ങനെ ഇന്ന് പാരീസിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ വിസയുടെ ഒരു ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പഴയ പാസ്പോർട്ടിലാണ് വിസ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓൺലൈൻ ബോർഡിംഗ് ഒക്കെ എടുത്തതിന് ശേഷം ഇവിടെ കൗണ്ടറിൽ വന്നപ്പോൾ അവർക്ക് വിസ വെരിഫൈ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ 2 പാസ്പോർട്ടൊക്കെ മേടിച്ച് പോയിട്ടുണ്ട്. നോക്കാം. ഫൈനലി നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. കുറേ പ്രൊസീജിയർ ഉണ്ടായിരുന്നു, 2 പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. പിന്നെ അതുപോലെ റിട്ടേൺ ടിക്കറ്റ് കമ്പൽസറി ആണ്. ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, എയർപോർട്ടിൽ നിന്ന് റിട്ടേൺ ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. സോ നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്, ട്രാവലിംഗ് ടു പാരീസ്. നമ്മൾ റിട്ടേൺ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് സ്കെഡ്യൂൾ ഒന്നും ചെയ്യാതെ കുറച്ച് യാത്ര ചെയ്തിട്ട് പോകണം എന്നുള്ള രീതിയിലായിരുന്നു. അതുകൊണ്ട് റിട്ടേൺ ടിക്കറ്റ് എടുക്കാത്തതുകൊണ്ട് തന്നെ അത് പണിയായി. വിസ അപ്രൂവലൊക്കെ ആണെന്ന് വെരിഫൈ ചെയ്തതിനു ശേഷം ഫ്രീ ആയിട്ട് വിടുകയും ചെയ്തു. ഖത്തർ എയർവേസിൽ നമ്മൾ ഇന്ന് പോകുന്നത്. ഖത്തറിൽ 2 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അങ്ങനെ നേരെ നമ്മൾ ഖത്തറിൽ ലാൻഡ് ചെയ്ത് ഇവിടുന്ന് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പാരീസിലേക്ക് പോകും. ഖത്തർ എയർപോർട്ട് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി എയർപോർട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഖത്തറിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു പാരീസിലേക്ക്. നീണ്ട യാത്രയാണ്. നമുക്ക് ഫ്ലൈറ്റിൽ ഫുഡ് ബീഫും റൈസും അതുപോലെ ഫ്രൂട്ട്, ബിസ്ക്കറ്റ്, കേക്കൊക്കെ തുടങ്ങി അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ നല്ല ക്വാളിറ്റി ഫുഡായിരുന്നു കേട്ടോ. 2 ഫ്ലൈറ്റിലും അടിപൊളി ഫുഡ് കിട്ടിയിരുന്നു. നമ്മളങ്ങനെ പാരീസിൽ ഇറങ്ങാൻ അനൗൺസ്മെന്റ് വന്നു. എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരിക, നേരെ നമ്മൾ എമിഗ്രേഷനിലേക്ക് പോയി. ഇവിടെയും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ലഗേജ് എടുത്ത് നമ്മൾ പുറത്തേക്ക് പോവാണ്. ആദ്യമായിട്ട് യൂറോപ്പിൽ കാലുകുത്തുന്നതിന്റെയും യൂറോപ്പ് കാണുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ അതിന്റെ ഒരു ത്രില്ലിലാണ്, ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഇനി ഒരു ടാക്സി വിളിച്ച് നേരെ നമ്മൾ ഹോട്ടലിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ ഹോട്ടലിലെയും പാരീസിലെയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് മനാഫ്. താങ്ക് യു.